സർവരാജ്യ അയ്യപ്പ ഭക്തരെ സംഘടിക്കുവിൻ. ഇതാണിപ്പോൾ CPM വിളിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളിക്കേണ്ടി വന്നത്? 2018 ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ CPM കൈക്കൊണ്ട ക്രൂരമായിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ഭക്തരുടെ മേലുള്ള കടന്നുകയറ്റം. അതിൽ അതിശക്തമായ തിരിച്ചടി കിട്ടുകയും ചെയ്തു. പിന്നീട് 2019 നടന്ന തെരഞ്ഞെടുപ്പ്, അവിടെയും CPMന് തിരിച്ചടി. 2024 എത്തുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെ CPMൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായി. അത് എന്നേക്കുമായിട്ട് BJPയിലേക്ക് പോവുകയും ചെയ്തു. ആ പോയ വോട്ടുകൾ തിരിച്ചു വരുമോ? അതിനുവേണ്ടിയാണ് സർവരാജ്യ അയ്യപ്പ ഭക്തരെ ക്ഷണിച്ചുകൊണ്ട് പമ്പയിലേക്ക് 20-ാം തീയതി അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത്. ഓർക്കണം, അതിനു മുമ്പായിട്ട് ഈ ചിലർ സംഘടനകളൊക്കെ ഈ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. NSSും SNDPയും ഒക്കെ തന്നെ. അന്ന് ശബരിമല യുവതീ പ്രവേശത്തെ എതിർത്തുകൊണ്ട് നാമജപ ഘോഷയാത്ര നടത്തുമ്പോൾ NSSന്റെ പിന്തുണ, സർവാത്മനയുള്ള പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ വച്ചാണ് നിരവധി പേർക്ക് പേരിൽ കേസെടുക്കുകയുണ്ടായി. റാന്നിയിലും പത്തനംതിട്ടയിലും വടശ്ശേരിക്കരയിലും ഒക്കെ നാമജപ ഘോഷയാത്ര നടന്നു. നിലയ്ക്കലിലും ചാലക്കയത്തും പമ്പയിലും സന്നിധാനത്ത് അയ്യപ്പ ഭജന നടത്തിയവരുടെ പേരിൽ പോലും കേസെടുക്കുകയുണ്ടായി. ഹരിവരാസനം ചൊല്ലിയവരുടെ പേരിൽ കേസെടുത്തു. ഇങ്ങനെ നിരവധി കേസുകളാണ്, 6000 കേസുകളാണ് പ്രതികളാക്കപ്പെട്ടവർ. 6000 കേസുകളിലായിട്ട് പ്രതികളാക്കപ്പെട്ടവർ 12,000-ലധികം വരുമെന്നുള്ളതാണ്. 4 വർഷം മുമ്പ് ഗൗരവമില്ലാത്ത ചില കേസുകൾ ഇവരെന്ത് ചെയ്തു? പിൻവലിച്ചു. അതിൽപ്പെടാത്ത കേസുകളാണിവ. ഇവയെല്ലാം വിവിധ കോടതികളുടെ പരിഗണനയിലാണ്. ഇതിനകത്ത് NSSനോട് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത്, ഈ NSS ഇവിടെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കണം, നായർ സമുദായത്തിൽപ്പെട്ട പലരുടെയും പേരിൽ കേസുണ്ട്. ജോലി തേടി നടക്കുന്നവർ, ഉദ്യോഗാർത്ഥികളുണ്ട്, പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഈ കേസുകൾ നിലവിലിരിക്കുമ്പോൾ ഇതിനൊക്കെ തടസ്സമല്ലേ ഉണ്ടാകുക? അപ്പോൾ NSS എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പിന്തുണ കൊടുത്തിരിക്കുന്നത്? അയ്യപ്പ സംഗമത്തിന് മുമ്പ് ഈ പിന്തുണ അല്ലെങ്കിൽ ഈ കേസുകൾ പിൻവലിക്കും എന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ടോ? ആചാരലംഘനം നടത്താൻ പാടില്ല, ആചാരലംഘനം നടത്താതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്തുണ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആചാരലംഘനം മുമ്പ് നടത്തിയല്ലോ, അതിനെ ചോദ്യം ചെയ്തു, പ്രതിഷേധിച്ചു, അവരുടെ പേരിൽ കേസെടുത്തു. ആ കേസുകൾ ഗൗരവമല്ലാത്ത രീതിയിൽ, ഗൗരവമല്ലാത്ത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്തത് എന്താണ്? പോലീസുകാരെ തടസ്സപ്പെടുത്തി, കൃത്യനിർവഹണത്തിൽ തടസ്സം ഉണ്ടാക്കി, അയ്യപ്പ ഭക്തരെ തടസ്സപ്പെടുത്തി. ഇതൊക്കെയാണ് പമ്പയിലും ചാലക്കയത്തും നിലയ്ക്കലിലും സമരം ചെയ്തവരുടെ പേരിൽ എടുത്ത കേസ്. ആ കേസുകൾ നിലനിൽക്കുകയാണ്. 2018 ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അടക്കമാണ് പ്രക്ഷോഭത്തിന്റെ തുടക്കം എന്നുള്ളത് ഓർക്കണം. ഇവരുടെ ചുമത്തിയത് ഗുരുതര കുറ്റങ്ങളുമാണ്. പൊതുമുതൽ നശിപ്പിച്ചത്, പോലീസിനെ ആക്രമിച്ചത് ഉൾപ്പെടെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയാണ് സമരം ചെയ്ത വിശ്വാസികൾക്കും ഹിന്ദു സംഘടനകൾക്കുമെതിരെ കേസെടുത്തത്. പിന്നീട് ഹിന്ദു ഐക്യവേദി അധ്യക്ഷയായിരുന്ന ശശികല ടീച്ചർ, ശബരിമല കർമ്മസമിതി കൺവീനർ SJR കുമാർ, BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, മുൻ DGP TP സെൻകുമാർ എന്നിവർക്കെതിരെ 1000-ഓളം വീതം കേസുകളുമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടത് എന്താണ്? NSS
പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കണമായിരുന്നു. ഈ കേസുകളെല്ലാം പിൻവലിക്കണം. വിട്ടുപോയ അയ്യപ്പ ഭക്തരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ ഒക്കെ തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത്. അപ്പോൾ അവരുടെ പേരിലുള്ള കേസ്, അയ്യപ്പ ഭക്ത സംഗമത്തിന് മുമ്പ് ഈ കേസ് പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഭക്ത സംഗമം കഴിഞ്ഞിട്ട് ഈ കേസ് തുടരും. 2026 അധികാരത്തിൽ വരില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഈ കേസ് മുറുക്കുകയും ചെയ്യും. അതായിരിക്കും പിണറായി വിജയൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6000 കേസും 12,000-ലധികം പ്രതികളുമാണ് ഇപ്പോൾ നിൽക്കുന്നത് ശബരിമല വിഷയത്തിലൂടെ. കാരണം പിണറായി വിജയന് ബോധ്യമായി ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ ഉണ്ടായ എതിർപ്പ് എത്രത്തോളം ശക്തമായിരുന്നു എന്ന്. അത് വെറും പന്തളത്തും പത്തനംതിട്ടയിലും റാന്നിയിലും ഉണ്ടായ നാമജപ ഘോഷയാത്രയിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതായത് കണ്ണൂരിൽ പോലും ഈ ശബരിമല യുവതീ പ്രവേശത്തെ എതിർത്തവർ തന്നെയാണ് സ്വന്തം പാർട്ടിക്കകത്തും ഉള്ളത് എന്ന് വൈകിയാണെങ്കിലും പിണറായി വിജയൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് കടന്നു കയറിയത്. ആ കടന്നുകയറ്റത്തിലൂടെ മുഴുവൻ ഭക്തരെയും കൂട്ടിച്ചേർക്കാനും, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് നിൽക്കുന്നത്, ഞങ്ങൾ ആചാരലംഘനം നടത്തുന്നവരല്ല, അയ്യപ്പ ഭക്തരോടൊപ്പമാണ്, ശബരിമലയെ സംരക്ഷിക്കുന്നവരാണ് എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു മന്ത്രോച്ചാരണം എന്ന പോലെ. അപ്പോൾ അത്തരത്തിലുള്ള ഈ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, അതും ശബരിമലയിൽ വെച്ച് തന്നെ, പമ്പയിൽ വെച്ച് തന്നെ ഭക്തസംഗമം നടത്തുന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എല്ലാവരും ഇതാ ശബരിമലയുടെ സംരക്ഷകരായി മാറുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ്. തമിഴ്നാട്ടിൽ മുരുക സംഗമം നടത്തി സ്റ്റാലിൻ. അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പിന്തുണ, ജനകീയത മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റാലിനുമായി ബന്ധമുള്ളവർ തന്നെയാണ് ഇവിടെയും ഇത്തരത്തിലൊരു സംഗമത്തിലേക്ക് കടന്നത്. കാരണം മലയാളക്കരയുടെ ഒരു വലിയ ഔന്നത്യവും മലയാളികൾക്കേറെ അഭിമാനിക്കാവുന്നതും കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം കൂടിയാണ് കാനന ക്ഷേത്രമായ ശബരിമല. ആ ശബരിമലയുടെ പവിത്രത എന്ന് പറയുന്നത് അത് വളരെ മറ്റ് ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒന്നാണ് എന്ന് ഹിന്ദുമത വിശ്വാസികൾ മനസ്സിലാക്കി കൊടുത്തു. അതാണ് 2026 കൃത്യമായ രീതിയിൽ ഹിന്ദുമത വിശ്വാസികളിൽ നിന്ന് പകരം വീട്ടൽ ഉണ്ടാകും എന്ന് കൃത്യമായി മനസ്സിലാക്കി പാർട്ടി. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിലുള്ള വോട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വളരെ ശക്തമായിട്ട് തന്നെ ആ വോട്ടുകളെല്ലാം തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ഹൈന്ദവരുടെ വോട്ടെങ്കിലും നിലനിർത്തണം, ഇല്ലെങ്കിൽ പാർട്ടിക്ക് ദയനീയമായ പരാജയം സംഭവിക്കും. അധികാരത്തിൽ വരില്ല എന്ന് മാത്രമല്ല, ദയനീയമായ പരാജയത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് അതൊരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ ബംഗാളിലെയും ത്രിപുരയിലെയും സ്ഥിതി ഇവിടെയും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം പിണറായി വിജയൻ നടത്തിയത്. ഈ ഭക്തസംഗമം എന്ന് പറയുന്നത് ഭക്തരുടെ നേരെ ഉള്ള അവരുടെ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ടല്ല, വീണ്ടും ശബരിമല പ്രക്ഷോഭകാലത്ത് ഏതു തരത്തിൽ ഭക്തരെ വെല്ലുവിളിച്ചുവോ അതുപോലെയുള്ള ഒരു വെല്ലുവിളിയിലേക്കാണ് ഈ സംഗമവും മാറുന്നത്. ആ പ്രക്ഷോഭത്തിൻ്റെതായ രീതിയിൽ തന്നെ സംഗമവും മാറ്റുക എന്നുള്ളത് തന്നെയാണ്. വീണ്ടും ഇവർ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് ഇറങ്ങും. അപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിയുടെ വലിയ സഹയാത്രികനായ അശോകൻ ചെരുവിൽ തന്നെ പറഞ്ഞല്ലോ, ഏതെങ്കിലും സ്ത്രീകൾ ശബരിമല ദർശനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് വാതിൽ തുറന്നിരിക്കും എന്ന്. ഇത്തരത്തിലുള്ള സാംസ്കാരിക ജീർണതയെയും പാർട്ടി ചുമക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജീർണിച്ച വാക്കുകൾ ഇവിടുത്തെ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ പരിഗണനയിൽ എടുക്കേണ്ടതുണ്ടോ അതും
ആലോചിക്കേണ്ടതായ കാര്യം തന്നെയാണ്.